ഈ ബില്ല് രാജ്യസഭയും കാണുന്നതോടെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അനുകൂലമായി സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്ന് മുനമ്പത്ത് എത്തിയേക്കും. മുനമ്പത്ത് നിന്ന് ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. മുനമ്പങ്കാര സമരസമിതി പ്രത്യേകിച്ച് ഇതൊരു നല്ല പ്രഭാതമായി കരുതുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മുനമ്പത്ത് നിന്ന് പറയാനുള്ളത് എന്താണ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്ത് വേളാങ്കണ്ണി മാത ദേവാലയത്തിന് മുന്നിലാണ്. സമരപന്തലിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല. കാരണം ഇന്ന് മുനമ്പത്തിന് വലിയ ആശ്വാസമുള്ള ദിവസമാണ്. ആശ്വാസത്തിന്റെ ഭാഗമായി ആദ്യം അവർ ഇന്നിപ്പോൾ ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ സമരപന്തലിലേക്ക് ആളുകൾ എത്തുകയും അവരതിന്റെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ പ്രതികരണങ്ങൾ ലഭ്യമാകും. ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ ഇവിടെ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഈ സമരപന്തലിൽ കെട്ടിയിരിക്കുന്ന ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇത് ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ചർച്ച നടന്നപ്പോൾ ഈ ബില്ലിന്റെ അമെന്റ്മെന്റുകളെ ആരൊക്കെ അംഗീകരിച്ചു അവരുടെ നേരെ ടിക്കും, അത് അംഗീകരിക്കാത്ത എംപിമാരുടെ പേരെഴുതി അതിന് നേരെ രണ്ടാമത്തെ ചിഹ്നവുമായിട്ട് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ എംപിമാരെ തിരിച്ചറിയുന്ന രീതിയിലാണ് ഇവിടെ സമരപന്തലിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ഏതായാലും ഇന്ന് മുനമ്പത്ത് വലിയ ആശ്വാസത്തിന്റെ ദിവസമാണ്. കാരണം ലോക്സഭയും രാജ്യസഭയും കടന്ന് ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം എന്നുള്ള ഒരു കടമ്പം മാത്രമാണ് മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന ആ ബില്ലിൽ അവശേഷിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഇന്ന് സമരസമിതിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനും ഷോൺ ജോർജും അടക്കം, രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അടക്കമുള്ള നേതാക്കൾ ഇന്നിവിടെ എത്തും. അവർക്ക് വലിയ വരവേൽപ്പ് നൽകാനാണ് സമരസമിതി ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് 174 ദിവസമാണ് സമരം ആരംഭിച്ച ശേഷം. അതിനുശേഷമുള്ള ആ സമരത്തിന്റെ 174 ദിവസം അത് അവരുടെ വിജയ ദിവസമായിട്ടായിരിക്കും അവർ ഏതായാലും ആഘോഷിക്കുക. ഏതായാലും വലിയ ഒരുക്കങ്ങൾ സമരപ്പന്തലിൽ സമരസമിതിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇന്ന് ഈ സമരപ്പന്തൽ അല്പസമയം കഴിയുമ്പോൾ നിറഞ്ഞു കവിയും. ഇന്ന് പുലർച്ചെയും അതുപോലെ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും മുനമ്പം സമരത്തിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുന്നു. അത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സമരസമിതി പ്രവർത്തകർ എന്നത്തേക്ക് ഒരുപക്ഷെ സമരം അവസാനിക്കുമെന്നുള്ള കാര്യം പോലും പറയുമോ എന്നുള്ളതും ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ഹാഷ്മി അപ്പോൾ ശ്യാംകുമാറാണ് മുനമ്പത്ത് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോഴും പല നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുനമ്പത്തെ പ്രശ്നത്തിന് പക്ഷേ ഈ ഭേദഗതി ഒരു പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇത് റിട്രോ, ഇതിന് മുൻകാല പ്രാമുഖ്യം അമിത് ഷാ തന്നെ പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന അതിലെ ഭേദഗതി 2(1) തന്നെ പറയുന്നത് പ്രകാരം പല പിന്നെയും ഒരുപക്ഷെ നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി നിയമക്കുരുക്കിലേക്ക് പോവാതിരിക്കട്ടെ. ഒരു നിയമം വരുമ്പോൾ അതിന്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക നിയമം പഠിക്കുക, അത് നടപ്പാക്കുക എന്ന് പറയുന്ന വലിയ പാടുള്ള കാര്യമാണ്. ഇത് കുറച്ച് സങ്കീർണമായി. നമ്മൾ ആദ്യം കരുതിയതുപോലെ അത്ര ലഘുവായ സംഗതിയല്ല. അത് കുറച്ച് സങ്കീർണമാണ്. കോടതിയിലടക്കം കിടന്ന് കെട്ടുപടഞ്ഞ് കിടക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളാണ്. നോക്കാം. എന്തായാലും ആ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടെ, അത്രേ ഉള്ളൂ.